പക്ഷേ ഞാൻ ഉറപ്പ് തരാം, ഈ ഇരിക്കുന്നതിൽ 200 പേർക്ക് കമ്പനി അത് കൊടുത്തിരിക്കും. ഇവിടെ എന്നെ വിളിച്ചപ്പോൾ ഉശിരി കൊടുത്ത് 100 പേരെന്ന് പറഞ്ഞു. കോടിപ്പേരെ. അപ്പൊ ഈ ഉശിരി കൊടുക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഏകദേശം 100 പേർക്ക് വേണമെന്നുള്ളത് ഏകദേശം 5 മുതൽ 10 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് ഒരു മാസം കുറെ പേര് എത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല ഇവിടെ ലിൻസൺ പറഞ്ഞു 1.5 കോടി കടബാധ്യതയുള്ള കുടുംബം ഇന്ന് ഫുൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്തു. എൻ്റെ 1.25 കോടിയുടെ ഓഡിറ്റ് യൂസർ എൻ്റെ പോർച്ചയിൽ നിന്ന് അവരെ പോർച്ചിലേക്ക് എടുക്കണം. ഏതോ ഒരു സമയത്ത് വെറുതെ ഒരു മോട്ടിവേഷൻ പുറത്ത് അനൗൺസ് ചെയ്തതാണ്, ഇത്ര രൂപ ബിസിനസ് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അതവർ മേടിച്ചുകൊണ്ട് പോയി. സന്തോഷം. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരു പ്ലസ് പോയിന്റ് ഉണ്ടായത്, അതേ പോർച്ചിൽ അത് പോയപ്പോൾ എന്ത് പറ്റി, ഡിഫൻഡർ കയറി കിടക്കുക. പക്ഷേ ഇനി അടുത്ത ആ ഡിഫൻഡറിന്റെ സ്ഥാനത്ത് മറ്റൊരു വാഹനത്തെ കയറ്റണമെങ്കിൽ എന്ത് വേണം, ഡിഫൻഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരണം. അപ്പൊ ഞാൻ അതുകൊണ്ടൊരു കാര്യം പ്ലാൻ ചെയ്തു. ഈ കൊല്ലം എന്തായാലും അടുത്ത ദിവസം അനൗൺസ്മെന്റ് ഉണ്ടാവും. അടുത്ത ദിവസം ഡിഫൻഡർ കൂടെ എന്ത് ചെയ്യാൻ പോവാ, അതും ഓപ്ഷൻ ഇടാൻ വേണ്ടി പോണ വേണോ അല്ലെ? അതും പോട്ടെ അല്ലെ? അങ്ങനെ പറയണത് പഴയത് പോയാലേ പുതിയത് വരൂ. പഴയത് പോയെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് കാശുണ്ട്, പോക്കറ്റിൽ അത് ചെലവാക്കിയാലേ പുതിയ പൈസ വരൂ. നിങ്ങളുടെ അലമാരിൽ പോയ പഴയ ഡ്രസ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ അലമാരിൽ അതുണ്ട്. എന്ത് ചെയ്യണം, അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് ചെയ്യണം, അത് അവർക്ക് കൊടുത്താൽ അതിന്റെ സ്ഥാനത്ത് പുതിയ ഡ്രസ്സ് വരും. എന്ത് വേണം, പഴയത് കെട്ടിപ്പടിച്ചുകൊണ്ടിരിക്കണോ, പുതിയത് വേണം. അപ്പൊ എന്ത് ചെയ്യണം, പഴയത് കൊടുക്കണമെന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യണം, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കത് വാങ്ങാനുള്ള ശേഷിയില്ല. പോരാ, നിങ്ങൾ പോരെന്നേ, നിങ്ങൾ പോരം എന്ന് കറക്റ്റ് സമയം എന്ത് ചെയ്തിരും അത് പ്രഖ്യാപിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തായാലും അതിനു മുമ്പായിട്ട് ഞാൻ പോർച്ചിലേക്ക് വേറെ വാഹനം സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അതേ നമ്പറിൽ തന്നെ മറ്റൊരു വണ്ടി. ഓക്കെ, എന്തിനാന്ന് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ്. വേണോ? അനൗൺസ് ചെയ്യണ്ടേ? യെസ്, വെയിറ്റ് ചെയ്തു. ഇന്നേവരെ പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് എന്തായി നമ്മള് വി ആർ സ്ട്രഗിളേഴ്സ്. നമ്മൾ ഇന്ന് സ്ട്രഗിളിങ്ങിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓപ്ഷൻ എന്താ? ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് ഇന്നോവേഷന്റെ ഗുണം എന്താ? ഇപ്പോ മറ്റുള്ള ആരുടെ കയ്യിൽ ഇതില്ല, നമ്മുടെ കയ്യിൽ ഇതുണ്ട്. അപ്പൊ എന്ത് പറ്റും, ആളുകൾ നമ്മുടെ പിന്നാലെ വരും. നമ്മൾ പറയുന്ന പൈസക്ക് അത് കൊടുക്കാം. ക്ലിയർ ആയോ അല്ലേ? ഡയമണ്ട് എന്താ, ഡയമണ്ട് എന്താ, ഏതോ ഒരു തർക്കസില്ലാത്തവൻ പണ്ട് ഒരു കല്ല് കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ ഇത് പടികൾ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയും, ഒരു ശരാശരി മനുഷ്യൻ ആദ്യം അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. യെസ് അല്ലേ? സമയം വിറ്റ്. ഇവരെ വിളിക്കുന്ന പേരാണ് എംപ്ലോയീസ്. സമയം വിറ്റ് പണം ഉണ്ടാക്കുന്നവർ വിളിക്കുന്ന പേരാണ് എംപ്ലോയീസ്. ഇവിടെയുള്ള 50% ആളുകളും എവിടെയാണ്, എംപ്ലോയീസ്. അതുകൊണ്ട് എന്തല്ല, ഇവരൊരു കാരണവശാലും ലൈഫില് സക്സസ് ആവില്ല. അതുകൊണ്ട് സമയം വിട്ട് ജീവിക്കരുത്. 2, സെല്ലിംഗ് സർവീസ് വിറ്റുകൊണ്ടും പണം ഉണ്ടാക്കുന്നതിൽ വിജയിക്കുന്ന ആളുകൾ 1% ഉള്ളൂ. അപ്പോൾ സർവീസ് വിറ്റ് പണം ഉണ്ടാക്കിയാലും നമ്മൾ സമ്പന്നനാവില്ല. 3ാമത്തേതാണ് പ്രൊഡക്റ്റൈസ്ഡ് സർവീസ്. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ ആ പ്രൊഡക്റ്റ് വിറ്റാൽ സമ്പന്നനാവാം. പക്ഷേ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിന് ആവശ്യമുള്ളതാണോ? ഇത് 2 കൈ നീട്ടി ആൾക്കാർ സ്വീകരിക്കോ? അങ്ങനെ ഒരുപാട് കടമകൾ കടന്നെങ്കിൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ സാധിക്കൂ.
നാലാമത്തതാണ് സെല്ലിംഗ്. ഇത് ഒരു ദിവസത്തെ ക്ലാസ് കുടിച്ച് പറയാൻ അറിയാവുന്ന പേരിലാണ്. അറിയാത്തവർ ഇവിടെ നിങ്ങളെ കൊണ്ടുവന്ന് ചോദിച്ചവർ പറഞ്ഞു തരും. നാലാമത് സെല്ലിംഗ് പ്രൊഡക്ട്സ്. ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ വിൽക്കരുത്, മറ്റുള്ളവരെ കൊണ്ട് വിൽപ്പിക്കാൻ. യൂസഫലിക്ക, ജബ്ബസൂസ്, ഇവർക്ക് എന്താ ചെയ്യണേ? അവർ വിൽക്കില്ല അല്ലേ? ഒരുപാട് സൂപ്പർ മാർക്കറ്റ് യൂസഫലിക്കാണ് വിൽക്കണത്. നിങ്ങൾക്ക് സോപ്പ് വേണോ? അതാണോ? അല്ല, പുള്ളി സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുക അല്ലേ? ഈ ആമസോൺ ജബ്ബസൂസ് ആണോ വിൽക്കണം? സിസ്റ്റം. ആ തരത്തിലെത്തിയാൽ സമ്പന്നാവും. ദ നെക്സ്റ്റ് സെല്ലിംഗ് ഓർ ബൈയിങ് ഇൻവെസ്റ്റ്മെന്റ്. ഈ 5 കാര്യങ്ങളാണ് സമ്പന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിൽ 4ഉം 5ഉം 3ഉം ഇവിടെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. എങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇതിൽ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ഭൂരിഭാഗം പേര് എവിടെയാണ്? 1ലും 2ലും സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ ഈ 1ലും 2ലും സ്റ്റക്കായി നിൽക്കുമ്പോൾ ഒന്ന് എംപ്ലോയി. എൻ്റെ ചോദ്യം, 55 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ജോലിക്കാരനായ പറ്റുമോ? ചോദ്യം. എംപ്ലോയിക്ക് പറ്റുമോ? പറ്റില്ല. 2 സെൽഫ് എംപ്ലോയ്മെന്റ് പറ്റുമോ? നടക്കില്ല. മൂന്നാമത്തതാണ് സെല്ലിംഗ് പ്രൊഡക്റ്റൈസ്ഡ് സർവീസ്. അപ്പൊ എന്തില്ല, അത് ആരുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഇന്ന് എനിക്ക് താന്ന് പറഞ്ഞ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയെങ്കിലാണ് അതിലൂടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നാലാമത്തെ എന്താ? സെല്ലിംഗ് പ്രൊഡക്ട്സ്. നമ്മൾ വിൽക്കാണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി വിൽക്കണം. അങ്ങനെ ഈ സമ്പന്നമാവും. അഞ്ചാമത്തതോ, ഇതിനൊന്നും പറ്റിയിട്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഇൻവെസ്റ്റർ ആവാം. അല്ലെങ്കിലോ ആ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്ന ഒരാളായിട്ടും മാറും. എങ്ങനെ? അഞ്ചാമത്തെ എന്തായിരുന്നു? പോലെന്ന് പറഞ്ഞ ഒന്ന്, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റർ ആകാം. പണമില്ലെങ്കിൽ ആ പണമുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഈ ഇൻവെസ്റ്റ്മെന്റ് വിറ്റാലും സമ്പന്നമാവാം. എവിടേക്ക് പോകണം നമ്മൾ? എങ്കിൽ ഇത് എവിടെ? ഏതാ നല്ല ഷോർട്ട് കട്ട്? ഏതാ ഷോർട്ട് കട്ട്? അത് ഒന്ന് നോക്കി, ഏതാ എളുപ്പത്തില്? സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്നുള്ളത് വെരി 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 ഹാർഡ്, കഷ്ടപ്പാട്. കാരണം ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ, നിങ്ങൾക്ക് 55 ലക്ഷം രൂപ വേണം. നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, 100 രൂപ ലാഭം കിട്ടുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. ഷീബ, ഒറ്റ ചോദ്യം, നമ്മുടെ കയ്യിൽ 100 രൂപ ലാഭം കിട്ടുന്ന ഐറ്റം കയ്യിലുണ്ട്. എങ്കിൽ എത്ര വിറ്റ് 55 ലക്ഷം കിട്ടും? എന്തുകൊണ്ട് 55 ലക്ഷം കിട്ടാതിരുന്നത്? ജീവിച്ചതിൽ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു? 2, വാട്ട് വെൻ റൈറ്റ്. ശരികൾ എന്തായിരുന്നു? വാട്ട് നീഡ് ടു ബി കറക്റ്റ്. എവിടെയാണ് തിരുത്തേണ്ടത്? തിരുത്തണോ അല്ലേ? എവിടെയെങ്കിലും ഇട്ട് തിരുത്തിയില്ലെങ്കിലോ? എവിടെയെങ്കിലും തിരുത്തണ്ടേ? തിരുത്തണോ? തിരുത്തിയില്ലെങ്കിലോ? ഇപ്പോ ഇന്നേ വരെ ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം വാങ്ങാൻ പറ്റിയിട്ടുണ്ടോ? പോട്ടെ, നിങ്ങൾ ഇത്ര നാളും ജീവിച്ച ജീവിതം ഹാപ്പിയാണോ? ഹാപ്പി അല്ലെങ്കിൽ പരിശോധിക്കുക, എന്തായിരുന്നു തെറ്റ്? വേണ്ടേ? 55 ലക്ഷം വേണ്ടേ? ആദ്യം നമ്മുടെ വിഷൻ എന്താണ്? ഈ കൊല്ലത്തെ 55 ലക്ഷം രൂപ. പക്ഷേ ഈ 55 ലക്ഷം രൂപ നിങ്ങൾക്ക് നേടണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട സാധനത്തിന്റെ പേരാണ് വിഷൻ ക്ലാരിറ്റി. എന്തിന് അല്ലെ? നിങ്ങൾക്ക് ഈ പറയുന്ന പണം എന്തിന് എന്ന ചോദ്യത്തിൽ ഉത്തരമുണ്ടെങ്കിലേ നിങ്ങൾക്കിത് നേടാൻ പറ്റും. വിഷനൊക്കെ തുറന്നു കാട്ടുന്നു, പ്രശ്നങ്ങളാൽ അവളെ ദ്രോഹിക്കുന്നു. അത് അവളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നതിനും അവളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. പറഞ്ഞ സ്ട്രഗിൾ തരുന്നുണ്ടെങ്കിൽ എന്താണ്? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. ക്ലിയർ ആയി? ഇപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ പ്രൊജക്ട് നടപ്പിലാക്കാൻ പറ്റി? എന്തുകൊണ്ട് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ആരും തുടങ്ങിയില്ല? ഞങ്ങൾ പറയും ഞങ്ങളുടെ പവർ, ചങ്കൂറ്റം. ക്ലിയർ ആയോ? ചങ്കൂറ്റം. എന്തുകൊണ്ട് 55,30,000 വിഷൻ ക്ലാരിറ്റി എല്ലാവരുടെ കയ്യിലും കൊടുത്തല്ലോ. വിഷൻ ക്ലാരിറ്റി കൊടുക്കാത്തവരുണ്ടോ? കൊടുക്കാത്തവര് വിഷൻ ക്ലാരിറ്റി ഡെഗീലമായിട്ട് മാറി. അതിന്റെ റിസൾട്ട് കിട്ടി. പക്ഷെ എന്തില്ല, അതിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ എവിടെ തെറ്റി? ഷെല്ലെടുത്ത തീരുമാനം തെറ്റായിരുന്നു.
അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്നോടത്തൊരു തീരുമാനം തെറ്റായിരുന്നു. ചേട്ടാ അഴുത്താനും ദൈവം. നിങ്ങളെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ചെകുത്താന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? കേൾക്കണോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മോളെ സ്ത്രീകളെ കാണാൻ പറ്റാത്തത് കാണാൻ പറ്റുന്നതിനേക്കാളും ശക്തമാണ്. എക്സാമ്പിൾ, വായു അല്ലേ? കാണാൻ പറ്റുമോ? 2 മിനിറ്റ് നേരം വായു ഇല്ലെങ്കിലോ പ്രതിഭട്ട വിശക്കുന്നു, പറഞ്ഞോ, കൊല്ലുന്നു, ഫുഡ് കഴിക്കുന്നു. ഈ 2 വിചാരങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പറയില്ല, ആരുണ്ട്? എഴുതിക്കോ. RAS, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇവന്റെ ബ്രെയിനിലേക്ക് ഈ പറയുന്ന RASലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിയാൽ പിന്നെ അവനത് നേടിയിട്ട് അടങ്ങും അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുവോ 55 ലക്ഷം, ആലോചിക്കുന്നുവോ 55 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ കാർ വാങ്ങും, ഞാൻ വീട് വാങ്ങും. പഠിക്കുന്നുവോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? കേൾക്കുന്നുവോ ഞാൻ എന്തെല്ലാം കേൾക്കുന്നത്? കാണുന്നുവോ അത് RA സിസ്റ്റം പിടിച്ചെടുക്കും. പിടിച്ചെടുത്താൽ നിങ്ങൾ ആഗ്രഹം ഒരു സ്വിഫ്റ്റ് കാറാണോ? നിങ്ങൾ ആഗ്രഹം എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ചെയ്യണം? അത് നമ്മൾ കാണുന്നു, ആ വണ്ടി ഓടിച്ചു നോക്കുന്നു, അത് RA സിസ്റ്റം കയറിയാലോ പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം റെഡ് സ്വിഫ്റ്റ്. നിങ്ങളുടെ വാഹനം ഏതാണോ അല്ലേ? നിങ്ങളുടെ വാഹനം ഏതാണോ അത് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വിഷൻ ക്ലാരിറ്റി. എന്തിനാ വിഷൻ ക്ലാരിറ്റി? നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ടോപ്പ് പ്രയോറിറ്റിയിലേക്ക് അത് കൊണ്ടുവരും. ഓക്കെ, യെസ്. ഇനിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് എങ്ങനെ, ഹൗ. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 വിഷൻ ക്ലാരിറ്റി, 2 സ്ട്രാറ്റജി ക്ലാരിറ്റി, 3 ഐഡന്റിറ്റി ക്ലാരിറ്റി. ഈ 3 കാര്യങ്ങൾ. ഒരു കാര്യം ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളൂ, ഒരെണ്ണം. എന്തായാലും ഒന്ന് പഠിച്ച് വിഷൻ ക്ലാരിറ്റി. അപ്പൊ ഇത്ര നമുക്ക് എന്തുണ്ടായിരുന്നില്ല? വിഷൻ ഇല്ല, ക്ലാരിറ്റി ഇല്ല. ഇത് രണ്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതില്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാതിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റി തെറ്റെന്താന്ന് വെച്ചിട്ടാ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമുക്ക് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരുപാട് നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയിട്ടാണ് നമ്മുടെ പുതിയ ഈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ബാക്കി നമുക്ക് സൂമിൽ പഠിച്ചാൽ മതിയോ? ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ 31-ാം തീയതി വരെ 1 ലക്ഷം രൂപയുടെ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് 1 ലക്ഷം പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ ഓഫർ പിൻവലിച്ചിരുന്നതാണ്. അത് 31-ാം തീയതി വരെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതൊരു മിസ്സാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡേറ്റ് വരെ നമ്മൾ 31-ന് 4 മണി വരെ സമയമുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നവർക്ക് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് എയിം ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഒരുക്കി തരികയാണ്. ഓക്കെ, അപ്പോൾ മറക്കേണ്ട ഡേറ്റ് 31 ജനുവരി 4 മണി ടൈം. ഓക്കെ, നമ്മൾ പ്രയോറിറ്റി അല്ലെ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏതാണ് പ്രയോറിറ്റി? പണമാണോ, വീട്ടിലേക്ക് നേരത്തെ ചെല്ലുന്നതാണോ, ഉറങ്ങുന്നതാണോ? ഏതാണ് പ്രയോറിറ്റി എന്ന് വളരെ വ്യക്തമായിട്ട് ഇത് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്കത് സിമ്പിളായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇത്ര നാളും നമുക്ക് ഇല്ലാതിരുന്നൊരു കാര്യമാണ് എന്ത്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് നമുക്കറിയില്ല, അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിന് നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ അറിയില്ല, നമ്മൾ എന്തൊക്കെയാണ് തീരുമാനത്തിൽ വ്യത്യാസങ്ങൾ അറിയില്ല. ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്നേ വരെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതിരുന്നത്. ഇതൊക്കെ ഒരു
എന്താ പറയാ, തിരിച്ചറിവാണ് അല്ലെ? അറിവല്ല, തിരിച്ചറിവ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ അറിയാതിരുന്ന പല കാര്യങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ചെയ്താൽ ഇറ്റ്സ് വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ 55 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അത് എന്തായാലും നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുന്നില്ല. ബാക്കി നാളെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സൂമിലൂടെ ഇരുന്ന് പഠിച്ച് രാവിലെ 8 മണിക്കും വൈകുന്നേരം 8 മണിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം നമ്മുടെ കോർ വാല്യൂസ് ആണ്. അതായത് ആ കോർ വാല്യൂസ് വ്യക്തമായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അച്ചീവ് ചെയ്യുന്നവർക്ക് 3 മാഗ്നറ്റിക് മാട്രിക്സ് പാഡ് അല്ലെങ്കിൽ നമുക്ക് പറയുന്ന ചന്ദ്രതോപ്പുകളുടെ പാസ് വിൽക്കുന്നവർക്ക് ഇന്ന് 30,000 രൂപ അഡ്വാൻസ് സാലറി. അപ്പൊ ആദ്യം ഇന്ന് പുതുതായിട്ട് വിൻ ചെയ്തവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് ആ 30,000 രൂപ ഏൺ ചെയ്തവരെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലും വിൻ ചെയ്തവരുണ്ട്, അവരെയും കൂടെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ദ റിയൽ വിന്നേഴ്സ് 31-ാം തീയതി ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന് ഉദ്ഘാടനം നടക്കുമ്പോൾ ലാസ്റ്റ് ചാൻസ് ആ 30,000 വാങ്ങാൻ വേണ്ടി 3 സെയിൽ നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് അന്നത്തെ ദിവസം സാലറി വയനാട് വെച്ച് വാങ്ങാനുള്ള അവസരം കൂടെ ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി എങ്ങനെയാണ് ഈ 55 ലക്ഷം രൂപയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ. ഒറ്റ കാര്യമുള്ളൂ, ഇത് സാധാരണ ഒരു കമ്പനിയെ കൊണ്ടോ മറ്റുള്ള മേഖലകളിൽ പ്രവർത്തിച്ചാൽ കിട്ടില്ല. അവിടെ നമ്മൾ പറഞ്ഞു ഇന്നോവേഷൻ, പുതിയത്, ആരുടെ കയ്യിലും ഇല്ലാത്തത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വിൽക്കാം, നമ്മുടെ കൂടെ ആളുകൾ അന്വേഷിച്ച് വരും. ഇതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചന്ദന കൃഷി തുടങ്ങി, ആരൊക്കെയോ കോപ്പി അടിച്ചു. ഇവിടെ നമ്മൾ റിസോർട്ട് തുടങ്ങി, ഇനി ആരെങ്കിലും കോപ്പി അടിച്ചേക്കാം. പക്ഷേ ഇവിടെ അടുത്ത ഒരു ഇന്നോവേഷൻ, പുതിയൊരു പ്രൊജക്റ്റ്, ഒരാൾക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത 27ഓളം പേറ്റന്റുകൾ എടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ആ ഒരു പുതിയ ഇന്നോവേറ്റീവ് പ്രൊജക്ട്സ്. ഒരു കാര്യം കൊണ്ട് വീണ്ടും ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് 55 ലക്ഷം രൂപയല്ല ഈ കൊല്ലം, അത്രയ്ക്കും മഹനീയമായിട്ടുള്ള, അത്രയ്ക്കും വളരെയധികം സമൂഹം അത്രയും ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന ആ വലിയൊരു പ്രൊജക്റ്റ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ചെയർമാൻ. പ്ലീസ് വെൽക്കം ടു സ്റ്റേജ്. ഇത് വിശദമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റിനുള്ള സമയമായിട്ടില്ല. നമുക്കൊരു ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ്. എന്നിരുന്നാലും എന്തോ ബിഗിങ് ഹ്യൂജ്, വലുതെന്തോ നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കൂറ് മാത്രമേ ഇപ്പം നിങ്ങൾക്ക് തരുന്നത്. വരാൻ പോകുന്നുണ്ട് വലുതൊന്നും. അപ്പം അതിനുള്ള ഒരു ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലാണ് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, മാലിന്യം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയൊരു ട്രബിൾ തന്നെയാണ് അല്ലേ? അതിപ്പോൾ പഞ്ചായത്ത് ഏരിയയിലാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും എവിടെയാണ് ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും മാലിന്യം എന്ന് പറയുന്നത് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ നിലവിലില്ലാത്ത, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. അപ്പൊ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ മാലിന്യങ്ങളിൽ തന്നെ ഇപ്പോ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ സംസ്കരിക്കാൻ ഇന്ന് ഒട്ടനവധി ഉപാധികൾ ഉണ്ടെങ്കിലും അതിലുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ. സർജറി നടത്തുമ്പോഴും മറ്റു ഹോസ്പിറ്റലുകൾ മറ്റു ട്രീറ്റ്മെന്റുകൾ നടത്തുമ്പോഴൊക്കെ ബ്ലഡ് ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ള പല വേസ്റ്റുകളും ഇത്തരത്തിൽ വരാറുണ്ട്. ഇതൊന്നും ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള രീതി ഇന്ന് നിലവിലില്ല. ഇന്ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1500 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഇൻസിനറേറ്ററിൽ കത്തിച്ചുകൊണ്ടാണ് ഇന്നത് പരിഹരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ടെമ്പറേച്ചറിൽ ഇത്രയും മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അന്തരീക്ഷ മലിനീകരണവും മറ്റ് ആഗോള താപനവും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കൂടെ ഇത് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.
ഇത് IMA പോലുള്ള സംഘടനകൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ മാലിന്യങ്ങളെ സംസ്കരിച്ച് അതിന് സംസ്കരിക്കാനുള്ള ഒരു സിസ്റ്റം നിലവിലുണ്ടെങ്കിലും ഇതൊന്നും ഒരു 10% പോലും പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CSIR, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. CSIR-ന്റെ ഒരു പുതിയ ഇന്നോവേഷൻ ആണ്. നമ്മൾ ജസ്പേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഫെമിലിയർ ആണല്ലേ. അതുപോലെ തന്നെ ഈ CSIR എന്ന് പറയുന്നതും ഇന്നോവേഷൻസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും CSIR-ന്റെ സെന്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ CSIR-ന്റെ ആ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ സംസ്കരിച്ചുകൊണ്ട് അതിനെ മണ്ണാക്കി മാറ്റുന്ന ഒരു പുതിയ ടെക്നോളജി. അതിന്റെ 27 പേറ്റന്റുകൾ, അതിന്റെ ആ ഒരു മെഷീന്റെ 27 പേറ്റന്റുകളും അതിന്റെ സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന, അതിനെ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ 7 പാറ്റന്റുകളും ചേർന്നുകൊണ്ടുള്ള ആ ഒരു റൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മോണോപ്പൊളിയാണ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് നമ്മൾ ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഒരു സൈനിങ് സെറമണി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ന്യൂസിലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനി നമ്മൾ വെക്കാൻ പോകുന്നത്, ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടുള്ള കേരളത്തിലെ പ്രൊജക്ടുകളാണ് ചെയ്തിരുന്നതെങ്കിൽ, അത് ടൂറിസം ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും, ഇത് സംതിങ് എന്ന് പറയുമ്പോൾ ഡിഗിങ് ഇറ്റ്സ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം ഇപ്പോ അതിന്റെ വലിപ്പം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് പ്രോജക്റ്റുകൾ 100 കോടി, 150 കോടി, 200 കോടി, അല്ലെങ്കിൽ വരാൻ പോകുന്ന 2000 കോടി, 3000 കോടി, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് മൊത്തം, അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പേറ്റന്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്കും വെറും 6 മാസത്തിനുള്ളിൽ ആരാണ് ഇതിൽ നിന്നും ഡിഗിങ് വെച്ചാൽ കുഴിച്ചെടുക്കാൻ പോകുന്നത്? കോടികൾ, മില്യൺസ്, ബില്യൺസ് എല്ലാം കുഴിച്ചെടുക്കാൻ പോകുന്നത് ആരാ? നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഇൻഡിവിജ്വലി അല്ല, നിങ്ങൾ ഓരോരുത്തരും. ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ 6 മാസ സമയം, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ ആഴ്ചകളും, ഈ 6 മാസം വരെയുള്ള ഓരോ മാസങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും വെരി 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 ക്രിട്ടിക്കൽ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു ടീമിനെ ഫോം ചെയ്യാനുള്ള ആ ഒരു സമയമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? 2, 5, 10, 100, 1000 എത്ര പേരടങ്ങുന്ന ടീമാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ടീമിലൂടെ നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ആ കോടികൾ ബിസിനസ്സിലൂടെ, നേരത്തെ നമ്മളോട് പറഞ്ഞ 55 ലക്ഷം രൂപ വരുമാനം എന്നൊക്കെ പറയുന്നത് ഒരു തമാശയായിട്ട് മാറും. നിങ്ങൾ ഒരാഴ്ചയിൽ ഇൻകാണോ, ഒരു മാസത്തെ ഇൻകാണോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ രീതിയിൽ ഒന്ന് ഗസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ, വർത്ത്, അതിപ്പോ നിർവചിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. സത്യം പറഞ്ഞാൽ അതിന്റെ പൂജ്യങ്ങൾ ഒന്ന് കൃത്യമായി ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇപ്പുറത്ത് വരുന്ന പൂജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ തൽക്കാലം അതിന്റെ വലിപ്പം, അതിന്റെ സൈസ് എത്രയാണെന്നുള്ളത് തൽക്കാലം അനൗൺസ് ചെയ്യുന്നില്ല. ഇതാണ് ആ പ്രോജക്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും സംസ്കരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് മണ്ണ്. ആ മണ്ണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന, പച്ചക്കറികളും ഫ്രൂട്ട്സ് എല്ലാം നടാൻ പറ്റിയ രീതിയിലുള്ള മണ്ണാണ്. അതും അതിന്റെ ഡിസിൻഫെക്ഷൻ ചെയ്തുകൊണ്ടുള്ള ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള ആ മണ്ണ്. ആ മണ്ണിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാവുന്ന രീതിയിൽ അത്രയേറെ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ഈ 2 പാറ്റന്റ് പ്രോഡക്റ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ഉടൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാൻ, ഇനി അങ്ങോട്ടുള്ള ഈ 6 മാസ സമയം നിങ്ങൾക്ക് എന്തിനെത്ര നേരത്തെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ കോടീശ്വരന്മാരെന്ന് പറയുന്നില്ല, ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ മില്യണേഴ്സ് എന്നും പറയുന്നില്ല, ബില്യണേഴ്സ്. ഈ ബില്യണേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് ഈ 6 മാസ സമയം കൊണ്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ഓരോരുത്തരും ടീമിൽ നിന്നും എത്ര പേര് വേണം? 100 വേണോ,
500 വേണോ 1000 വേണോ അതിന്റെ പേര് വേണോ? ഞാൻ ഫ്രഷേഴ്സിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയുള്ള ഈ ഒറ്റ വർഷം മതി. 2026 എന്ന് പറയുന്ന ഒറ്റ വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിന്റെ എന്താ പറയാ, നിങ്ങൾ ഓരോരുത്തരും തലവരെ മാറ്റി എഴുതാൻ ഈ ഒരു വർഷം 2026 മതി. അതിനുള്ള പ്രോജക്റ്റ് ആണ് ഇന്ന് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, താങ്ക് യു. യെസ്, ഒന്നുകൂടെ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്യുമ്പോ ഇത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? കസ്റ്റമർ അല്ലേ? ആ കസ്റ്റമർ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ എത്ര പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ജനുവരിയിൽ 15, ഫെബ്രുവരിയിൽ 30, മാർച്ചില് 60, ടോട്ടൽ 105. അത് മതി. ഈ 105 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 2 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കാനുള്ള പ്രൊജക്ടിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എന്ത് വേണം? അല്ലേ? എന്ത് വില കൊടുത്തു? മാർച്ച് 31 ആ 105 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 2,80,000 രൂപ വാങ്ങുക എന്ന ഒരു ആക്ഷൻ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത് മാത്രം മുന്നിൽ കാണാം. അതിന് മാത്രമാവട്ടെ നിങ്ങളുടെ ഇനിയുള്ള ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും. അപ്പൊ അതിന് സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് മറ്റൊരു ഇന്നോവേഷൻ അല്ലെ? പക്ഷേ ഇതൊക്കെ ഇവിടെ പലരും കോപ്പി അടിച്ചേക്കാം. എങ്കിലും ആദ്യം നമ്മൾ തന്നെയാണ് ആ ഒരു പുതിയ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ആ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ ഉദ്ഘാടനം 31-ാം തീയതി നടക്കുമ്പോ അവിടെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും മിസ്സാവാതെ വയനാട് വെച്ച് സാലറി ആ ഫുൾ എമൗണ്ട് ബാക്കിയുള്ള പണം കൂടെ വാങ്ങിക്കൊണ്ട് ആ ഗോൾഡ് മെഡൽ അച്ചീവ്മെന്റ് അന്നേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാക്സിമം അന്ന് നിങ്ങൾക്ക് ഇതിലേക്കുള്ള മെമ്പേഴ്സ് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടുത്തെ ഏകദേശം 8ഓളം ബസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ 8 മണിക്കാണ്. ഓക്കെ, താങ്ക് യു. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ 31-ാം തീയതി വരെ 1 ലക്ഷം രൂപയുടെ ആ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിങ് 1 ലക്ഷം പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ ഓഫർ പിൻവലിച്ചിരുന്നതാണ്. അത് 31-ാം തീയതി വരെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഇതൊരു മിസ്സാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡേറ്റ് വരെ നമ്മൾ 31-ന് 4 മണി വരെ സമയമുണ്ട്. അപ്പൊ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നവർക്ക് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് എയിം ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഒരുക്കി തരികയാണ്. ഓക്കെ, മറക്കേണ്ട ഡേറ്റ് 31 ജനുവരി 4 മണി. ഓക്കെ, ഇന്ന് മറ്റൊരു ഇന്നോവേഷൻ അല്ലെ? പക്ഷേ ഇതൊക്കെ ഇവിടെ പലരും കോപ്പി അടിച്ചേക്കാം. എങ്കിലും ആദ്യം നമ്മൾ തന്നെയാണ് ആ ഒരു പുതിയ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ആ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ ഉദ്ഘാടനം 31-ാം തീയതി നടക്കുമ്പോ അവിടെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും മിസ്സാവാതെ വയനാട് വെച്ച് സാലറി ആ ഫുൾ എമൗണ്ട് ബാക്കിയുള്ള പണം കൂടെ വാങ്ങിക്കൊണ്ട് ആ ഗോൾഡ് മെഡൽ അച്ചീവ്മെന്റ് അന്നേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാക്സിമം അന്ന് നിങ്ങൾക്ക് ഇതിലേക്കുള്ള മെമ്പേഴ്സ് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടുത്തെ ഏകദേശം 8ഓളം ബസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ